ഒത്തിരി ആഡ്സിലും കുറച്ച് ഷോർട്ട് ഫിലിംസിലും കുറച്ച് സിനിമകളിലും നമുക്ക് പരിചിതമുള്ള വളരെ സ്ക്രീൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ക്രീൻ സ്പേസ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ശ്രുതി വിപിനാണ് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം ശ്രുതി. Hi, thank you for inviting me. ശ്രുതിയെ ഒടുവില് ആളുകൾ സ്ക്രീനില് സിനിമയിൽ കണ്ടിട്ടുള്ള തുണ്ടിലാണെന്ന് തോന്നുന്നു. നമ്മൾ പരിചയപ്പെട്ടത് പൂവ് എന്നുള്ള സിനിമയുടെ സമയത്താണ്. ഫ്രാക്ഷൻ ഓഫ് 3 to 4 സെക്കൻഡ് കാര്യമാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫിലിമിൽ കാണുന്ന പോലെ തന്നെ ഇതില് ജീവൻ എന്ന ക്യാരക്ടറിന് ഏറ്റവും അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ക്യാരക്ടേഴ്സ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സ്ത്രീ കഥാപാത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നു പൂവിന്റെ കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള സിനിമകള് ആഡ്സ് ഷോർട്ട് ഫിലിംസ് ഒക്കെ അതിലേക്ക് വരാം. സോ ഫാർ എന്റെ മനസ്സിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പ്രോജക്ട് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പൂ തന്നെ പറയാ. സോ എനിക്ക് സന്തോഷമുള്ള കാര്യമാണത്. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ഭയങ്കര പോസിറ്റീവായിട്ട് സ്ക്രീൻ പ്രസൻസ് തോന്നിയിട്ടുള്ള ഒരാളാണ് ശ്രുതി. അപ്പൊ അതുകൊണ്ട് തന്നെ പൂവ് കാസ്റ്റിംഗില് ആ ഒരു കാര്യം കൂടി ആയിരിക്കാം അനീഷ് കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക. എന്നാലും കാസ്റ്റിംഗിലേക്ക് ശ്രുതിയെ കാസ്റ്റ് ചെയ്യാനുണ്ടായ കാര്യം എന്താണെന്ന് അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ നോ ഐഡിയ. ബിക്കോസ് ആദ്യമായിട്ട് എന്നെ ഞാൻ അനീഷ്കയായിട്ടുള്ള മീറ്റിംഗ് വിളിച്ചപ്പോഴത്തേക്കും, അതായത് സ്റ്റോറി നറേഷനും കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി വിളിച്ചപ്പോഴത്തേക്കും സന്ധ്യ എന്താണോ ആ ക്യാരക്ടറിന്റെ ടോട്ടലി ഓപ്പോസിറ്റ് എന്ന രീതിയിലായിരുന്നു ഞാൻ. ബിക്കോസ് ഐ ഹാഡ് നോ ഐഡിയ അബൌട്ട് ദ ക്യാരക്ടർ എന്നുള്ളത്. അപ്പൊ ഞാൻ പോയിരുന്നത് എന്താ പറയാ പക്ക ജീൻസും കാര്യങ്ങളൊക്കെ ഇട്ട്, അന്ന് ഞാൻ ഹെയർ കട്ട് ചെയ്ത ദിവസമാണ്. സോ പക്ക ഇങ്ങനെ സെറ്റ് ഒക്കെ ചെയ്ത് ഇത്രയും പോകുന്ന ഹെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് സന്ധ്യ എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആളായിട്ടാണ് ഞാൻ അവിടെ പോയിരുന്നത്. മേ ബി ലൈക്ക് അതിന് മുൻപേ ഞാൻ ചെയ്തിരുന്ന കുറച്ച് കഥാപാത്രം അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട്സ് അതിലൊക്കെ ഉള്ള ഒരു ലുക്ക് വെച്ചിട്ടാണ് അനീഷ്ക ഈ ഒരു ക്യാരക്ടറിന് ആ ഒരു ലുക്കാണ് എനിക്ക് വേണ്ടത്. അതാണ് എന്റെ സന്ധ്യ, ഇതല്ല. അതാണ് എന്റെ സന്ധ്യ. അപ്പൊ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് ഈ ഒരു കാസ്റ്റിംഗിലേക്ക് അനീഷ്ക വന്നതും. പിന്നെ പിന്നെ നമ്മള് അതിലേക്ക് പയ്യെ സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്കുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അനീഷിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു. പക്ഷെ എന്നാലും നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ എന്തായിരിക്കും. അതെ, കാരണം ഞാൻ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊരു ഫുൾ ലെങ്ത് ക്യാരക്ടർ കൂടിയായിരുന്നു. ആൻഡ് ഈവൻ ട്രാവൽ മൂവി എന്ന് കൂടി പറയാവുന്ന രീതിയിൽ ഈവൻ അതിൽ 2 ലെവൽ ഓഫ് ട്രാവൽസ് ആണ്. സോ കൂടുതൽ നമുക്ക് ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റില്ല. എന്നാലും ആ ഒരു ഫിസിക്കലി നമുക്ക് കാണുന്ന ഒരു ട്രാവലിന്റെ ഒരു എസൻസും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അതില് ഫുൾ ലെങ്ത് ക്യാരക്ടറുമാണ്. സോ അത് പറഞ്ഞു അതിന്റെ ഒരു ബ്രീഫിംഗ് തന്നത് എങ്ങനെയാണ്, അത് സന്ധ്യ എന്നുള്ള ക്യാരക്ടറിനെ ശ്രുതി എങ്ങനെ കൺസീവ് ചെയ്തത്? എന്നൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഷീസ് എ വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ഈ ഹസ്ബൻഡ് കഥാപാത്രത്തിന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള 4 സ്ത്രീകൾ. അവരെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാം ആ ഒരു കഥാപാത്രത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ്. സോ സന്ധ്യക്ക് ജീവന്റെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അത് അതിനകത്ത് നമുക്ക് പ്യൂർ ആയിട്ട് നമുക്ക് അത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എ സ്റ്റോറി ഓഫ് സന്ധ്യ അല്ലെങ്കിൽ ജീവൻ. ഒരുപാട് ജീവന്മാരുടെയും ഒരുപാട് സന്ധ്യമാരുടെയും ജീവിതത്തിലെ ഒരു സ്റ്റോറി കൂടിയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. സ്റ്റോറി അല്ല, ഒരു എക്സ്പീരിയൻസ് ആണെങ്കിലും അതൊക്കെ പലരുടെയും ലൈഫിൽ അവര് കടന്നു പോയിട്ടുള്ള കുറെ നിമിഷങ്ങളായിരിക്കാം. അത് കാണിച്ചിരിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ് എന്ന് മാത്രം. ട്രൂ. അതിന്റെ മേക്കിംഗ് എങ്ങനെയായിരുന്നു? ലൈക്ക് ഷോർട്ട് ബൈ ഷോർട്ട്, ലൈക്ക് വർ യു പ്ലാനിങ് വൈൽ ട്രാവലിംഗ്? എങ്ങനെയാണ് അതിന്റെ ഒരു? അനീഷ്ക വാസ് വെരി ക്ലിയർ അബൌട്ട് എവറിഥിങ്. ബട്ട് നമ്മുടെ കേസിൽ വാട്ട് നെക്സ്റ്റ് അതുപോലെ തന്നെ ഇടയിൽ വലിയൊരു ഗ്യാപ്പാണ് ഇടയിൽ വന്നത്. സോ ആദ്യം എടുക്കേണ്ട ഷോർട്സ് പിന്നീടും അങ്ങനെയുള്ള ഒരു വലിയൊരു ഗ്യാപ്പ് വന്നെങ്കിൽ കൂടി നമ്മുടെ ഫിസിക്കൽ അനീഷ്ക എപ്പോഴും ഓർമ്മിപ്പിക്കാതെ നിങ്ങൾ അധികം തടിക്കുകയോ മെലിയോ ഒന്നും ചെയ്യരുത്, വലിയ ട്രാൻസ്ഫോർമേഷൻ ഒന്നും വരുത്തരുത്. ബട്ട് എന്റെ കേസിൽ ഐ എം ഓൾവേസ് ദ സെയിം. സോ അപ്പൊ ഈ ഒരു ഇടയിൽ വലിയൊരു ഗ്യാപ്പ് വന്നതുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു. എന്നാലും ബിക്കോസ് ദ ഡയറക്ടർ വാസ് വെരി ക്ലിയർ, നമുക്കതിന് അതിൽ വലിയൊരു ചാലഞ്ച് ഒന്നും വന്നിട്ടില്ല. ബിക്കോസ് ഹി വാസ് വെരി ക്ലിയർ ആൻഡ് ഹി ഹാഡ് ഗിവൻ us ഓൾ ദ സ്പേസ്. അതായത് ഇതാണ് സംഭവം. സന്ധ്യയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂവും ഔട്ട്ലൈനും ഒക്കെ തന്നതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിരുന്നു. അതായത് ഈ ഒരു സിറ്റുവേഷൻ സന്ധ്യ എങ്ങനെ ആക്ട് ചെയ്യും. പല കേസിലും ട്രാവൽ ആയതുകൊണ്ട് തന്നെ ക്യാമറയും വെച്ച് ആർട്ടിസ്റ്റ് നമ്മൾ ഈ എല്ലാവരെയും അങ്ങ് വീഡിയോ ആയിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത്, ഐ മീൻ ജീവൻ വാസ് ദ പേഴ്സൺ ഹു ഈസ് ഡ്രൈവിംഗ് ഇറ്റ്. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ബ്രീഫ് വെച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നു. അവിടെ ഡയറക്ടർ ഇല്ല കട്ട് പറയാൻ അല്ലെങ്കിൽ ആക്ഷൻ പറയാൻ. ഹീസ് നോട്ട് ദെയർ. സോ വണ്ടി സ്റ്റാർട്ട് ആവുന്നു,
സ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ട് ഇറ്റ്സ് അപ് ടു us, ഓക്കെ നമുക്ക് തുടങ്ങല്ലേ, യെസ് എന്നും പറഞ്ഞ് നമ്മൾ തന്നെ തുടങ്ങുന്നു. നമ്മൾ നമ്മുടെ ഡയലോഗ് നമ്മുടെ ഓൺ ടൈം എടുത്ത് സമയമെടുത്ത് നമ്മൾ തന്നെ ചെയ്യുന്നു. കുറച്ചങ്ങ് എത്തുമ്പോഴത്തേക്കും ഓക്കെ നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യാം, ലെറ്റ് സ്റ്റാർട്ട് അഗെയിൻ. ഇത് നമ്മൾ തന്നെയാണ് ആക്ഷൻ, നമ്മൾ തന്നെയാണ് കട്ട് പറയുന്നത്. സോ ഒരു വലിയൊരു ഫ്രീഡം ആണ് നമുക്ക് തന്നിരിക്കുന്നത് വിതിൻ ദ ലിമിറ്റ്സ്. ബിക്കോസ് നമ്മുടെ അടുത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വാട്ട് സന്ധ്യ. സന്ധ്യ ഈ സിനിമയിൽ കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ സന്ധ്യനെ കുറിച്ച്, അതായത് ജനിച്ചപ്പം മുതലുള്ള ഈ ഒരു നറേഷന്റെ സമയത്ത് ഈവൻ ഐ വാസ് വണ്ടറിംഗ്, ബിക്കോസ് എനിക്കത് ഭയങ്കര ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതൊന്നും സ്ക്രിപ്റ്റിലില്ലെങ്കിൽ വൈ ഇസ് ഓൾ ദീസ് തിങ്സ് റിക്വയർഡ്? സന്ധ്യ എവിടെ ജനിച്ചു, സന്ധ്യ എവിടെ വളർന്നു, ഇതൊക്കെ എന്തിനാണ് പറയേണ്ട കാര്യം? ബിക്കോസ് എനിക്ക് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും നാള് നമ്മൾ കൊമേഴ്ഷ്യൽ മൂവിയൊക്കെ ചെയ്തു വരുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. മറ്റൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവൽ മൂവിയുടെ വേറൊരു റിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ വിൽ ബി മൗണ്ട് ഹിയർ ദയർ, സോ ഇറ്റ്സ് ലൈക്ക് പീപ്പിൾ ആർ സ്റ്റാൻഡിങ് ദയർ. ഐ മീൻ അങ്ങനത്തെ ഒരു ഫീൽ ആയിരിക്കാം. ക്യാമറ അവിടെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കണം. ലോട്ട് ഓഫ് അതർ തിങ്സ് ആർ ദയർ. സോ ഹൗ വാസ് ദാറ്റ്? അത് എനിക്കറിയില്ല മുമ്പ് ട്രാവൽ മൂവി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അത്തരം ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രശ്നം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? ഡിഫിക്കൽട്ടി എന്ന് പറയില്ല, ഞാൻ ഒരു രസമായിരുന്നു, പുതിയൊരു എക്സ്പീരിയൻസ്, പുതിയതെന്തും ഇങ്ങനെ ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജീവനെ സംബന്ധിച്ച് ഹി ഹാഡ് ടു സി വാഗമൺ അല്ലെങ്കിൽ അവിടത്തെ റോഡ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്രയും ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടി ഡ്രൈവ് ചെയ്യേണ്ട ഒരു സ്ഥലമൊക്കെ ആണല്ലോ. പ്രത്യേകിച്ചും അത്രയും ഒരു ഓഫ് റോഡ് കൈൻഡ് ഓഫ്, അതായത് റോഡ് വളരെ എന്താ പറയാ അത്രയും നല്ല റോഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഓഫ് റോഡ് പോലെയൊക്കെ ആയിരുന്നു. സോ ഐ തിങ്ക് ജീവൻ എന്നുള്ള ക്യാരക്ടർ അവർക്കായിരിക്കും കൂടുതൽ ചലഞ്ചസ് തോന്നിയിട്ടുണ്ടാവുക. കാരണം ഇത് മാനേജ് ചെയ്യണം, ആൻഡ് ദെൻ ഇമോഷൻസും ഡയലോഗ്സും എല്ലാം കറക്റ്റ് ആയിട്ട് വരെയും വേണമല്ലോ. നമ്മളെ സംബന്ധിച്ച് ദാറ്റ് വാസ് നോട്ട് എ പ്രോബ്ലം. ഹി വാസ് ഡ്രൈവിംഗ്, ഇതെല്ലാം മാനേജ് ചെയ്ത് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ കേസിൽ അതൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടില്ല. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. ആദ്യമായിട്ടല്ലേ ക്യാമറയായിട്ട് നമ്മളങ്ങ് പോവാണ്, ആൻഡ് ഇറ്റ്സ് അപ് ടു us ലൈക്ക് ഹൗ ഡു വി ഡു ആൻഡ് എവറിത്തിങ്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ 2 ടേക്ക്, നമ്മൾ തന്നെ ആക്ഷൻ നമ്മൾ തന്നെ കട്ട് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ 2-3 ടേക്ക്, എന്നിട്ട് തിരിച്ച് വണ്ടി എടുക്കുമ്പോൾ വീണ്ടും 1-2 ടേക്സ് നമ്മൾ എടുത്ത് തിരിച്ചെത്തുമ്പോൾ ഡയറക്ടർ എല്ലാം നോക്കിയിട്ട് ഹീൽ കമന്റ് വാട്ട് ടു ഡു നെക്സ്റ്റ്. സോ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? അതെ, കേൾക്കുമ്പോഴും അതൊരു പുതിയ അനുഭവമായിട്ട് തോന്നുന്നു. ഡയറക്ടേഴ്സിന്റെ ഡയറക്ട് പ്രസൻസ് ഇല്ലാതെ. പിന്നെ ഇതിൽ മഞ്ജുളൻ ആസ് എ ആക്ടർ, ട്രെയിനർ, തിയേറ്റർ പേഴ്സൺ, അദ്ദേഹമായിട്ടുള്ള ഇന്ററാക്ഷനിൽ ഒരുപാട് ലേണിംഗ് ഉണ്ടായിട്ടുണ്ടാവും. ഐ അസ്യൂമിങ് അതെങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇൻപുട്സ്? കാരണം തിയേറ്ററും ഇതും വേറെ, പക്ഷേ there are a lot of things that you would have learned in the process. തീർച്ചയായിട്ടും ഞാൻ അതിനിടയിൽ എപ്പോഴും പറയായിരുന്നു, സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ പറയായിരുന്നു ഓക്കെ നമുക്ക് കുറച്ച് ടിപ്സ് ഒക്കെ തരൂ, നമുക്ക് ക്ലാസ്സസ് ഒക്കെ തരൂ എന്നൊക്കെ ഞാൻ പറയായിരുന്നു. ഇവിടെ നിന്ന് കുറച്ച് ഫ്രീ ലെസൺസ് ഒക്കെ കിട്ടുമല്ലോ അല്ലെ, സ്റ്റാർട്ടിങ്ങിൽ പറയായിരുന്നു. ബട്ട് ദെൻ ആ ഫ്രീ ലെസൺസിന് നമ്മള് എന്താ പറയാ തിയറി ഒന്നും അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. ദ വേ ഹി വാസ് ആക്ടിങ്, ഐ മീൻ ദ വേ ഹി വാസ് ഡൂയിങ് ഇറ്റ്, അത് നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും പഠിക്കാൻ പറ്റുന്നു. വിത്തൗട്ട് ഹി ആക്ച്വലി ടീച്ചിങ് അസ്, നമ്മൾ കണ്ടാണ് ലൈവായിട്ടാണ് പഠിക്കുന്നത്. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഞാനങ്ങനെ തിയേറ്റർ ആർട്ടിസ്റ്റിന്റെ കൂടെ അധികം വർക്ക് ചെയ്യാത്ത ആളായതുകൊണ്ട് എനിക്കത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്ലസ് ലീല മാം, ഓ മൈ ഗോഡ്, ബോത്ത് ഓഫ് ദം ഫ്രണ്ടിലിരുന്ന് they were doing their job, but we were learning a lot from them. രണ്ടുപേരും 2 രീതിയിൽ ആയിരുന്നു എന്താ റിയാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ 2 പേരിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ കിട്ടി. ബിക്കോസ് ഒരുപാട് ദിവസങ്ങൾ വി സ്പെൻഡ് ടുഗദർ. അപ്പൊ 2 ഭയങ്കര ഐ എം ഷുവർ ഈ 2 പേരിൽ നിന്നും കിട്ടുന്ന അവർ പോലും അറിയാതെ കിട്ടുന്ന കുറച്ച് ലെസൺസ് ഇനി അങ്ങോട്ടുള്ള കരിയറിൽ ഐ ബി ത്രൂ ഔട്ട് യൂസിങ് ദാറ്റ്. Over 3 festivals, like already a few has been, ഇപ്പൊ ബംഗ്ലാദേശിലായിരുന്നു ആദ്യത്തെ ഔട്ട് ഓഫ് ഇന്ത്യ സ്ക്രീൻ ചെയ്തെന്ന് തോന്നുന്നു. ഇപ്പൊ ഫെസ്റ്റിവലിലൊക്കെ സെലക്ട് ആയി പല സ്ഥലത്തും പോകുന്നുണ്ട്. Now what is your feeling? Like your presence is being exposed in many of the festivals across the globe. പ്രൗഡ്, റിയലി പ്രൗഡ്, ഭയങ്കര പ്രൗഡ് അല്ലേ? വാട്ട് ടു സേ, ഭയങ്കര എനിക്കിതെല്ലാം ഫസ്റ്റ് ടൈം ആണ്. സോ റിയലി പ്രൗഡ്. ഞാൻ ഈ ഒരു ക്യാരക്ടറാണ് സോ ഫാർ ദി ബെസ്റ്റ് എന്ന് പറയും. ഞാൻ ഏത് ക്യാരക്ടർ ചെയ്താലും ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ബിക്കോസ് അനീഷ്ക നോസ് എന്താ പറയാ ദാറ്റ് ഇസ് ദി ബെസ്റ്റ്. ഐ മീൻ സോ ഫാർ ഒരു ബെഞ്ച് മാർക്ക് എന്നൊക്കെ പറയില്ലേ. അപ്പൊ അനീഷ്കയ്ക്കും അറിയാം, എനിക്കും അറിയാം, ഞാൻ എന്ത് പോസ്റ്റ് ചെയ്താലും സന്ധ്യയോളം ഒന്നും ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് 2 പേർക്ക് അറിയാം. അനീഷ്ക എപ്പോഴും പറയും സന്ധ്യയുടെ മുകളിലുള്ള ഒരു ക്യാരക്ടർ കിട്ടുക, ദെൻ ദാറ്റ്
day I'll congratulate you. Otherwise, yeah, okay, good going. Same. അപ്പൊ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമില് എത്തി എന്നുള്ളത് ഒരു പ്രൗഡ് ആയിട്ടുള്ള നിമിഷമാണ് ഫോർ ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് അസ്, കാസ്റ്റ്, ക്രൂ, എവ്രി വൺ. സോ ഇനി അത് പല പല തലത്തിലും എത്തട്ടെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മളും എല്ലാവരും കാത്തിരിക്കുന്നത്. ഷുവർ ഷുവർ. അപ്പൊ അതില് പൂവില് അനീഷിന്റെ ഒപ്പം തന്നെ സ്ക്രിപ്റ്റ് എഴുതിയ ജോൺസൺ, ഹീസ് ഓൾസോ ഗോയിങ് ടു ഡയറക്ട് എ ഫിലിം ഐ തിങ്ക്. അപ്പൊ അദ്ദേഹം ഇപ്പൊ ഈ സ്ക്രീൻ റൈറ്റിംഗില് എഴുതിയ സാധനങ്ങളായിരിക്കില്ലല്ലോ ചിലപ്പോൾ പറഞ്ഞു വരുമ്പോ, ലൈക്ക് അത് കുറച്ചും കൂടി ഒരു ഫ്ലോയ്ക്ക് വേണ്ടി നമ്മൾ റെസ്പോൺസസ്, റിയാക്ഷൻസിൽ ആഡ് ഓൺസ് ഒക്കെ. സോ ഹൗ വാസ് ദാറ്റ് ഇന്ററാക്ഷൻ വിത്ത് ജോൺസൺ ആൻഡ് വാട്ട് വാസ് ഹിസ് ഫീഡ്ബാക്ക്? ജോൺസൺ സാർ ഉള്ള പോലെ മുഖത്ത് നോക്കി കറക്റ്റ് അങ്ങോട്ട് പറയും, നന്നായിട്ടില്ല, വളരെ ബോറായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ പറയും. അനീഷ്ക കുറച്ചും കൂടി ഇങ്ങനെ അത് നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാൻ അനീഷ്ക പറയാം. ജോൺസൺ സാർ ലൈക്ക് വളരെ ബോറായിട്ടുണ്ട്, ഉള്ള പോലെ പറയും. ശരിയായിട്ടില്ല, അതങ്ങനെ ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഗുഡ്, ഇൻ എ വേ ഗുഡ്. ഐ മീൻ അവിടെ എന്താ പറയാ, ഒന്നും ആഡ് ഓൺ ചെയ്യാനോ ഒന്നും നിൽക്കാറില്ല. കറക്റ്റ് ആയിട്ടുള്ള ഉള്ള പോലെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. സോ ഹിസ് പ്രസൻസ് വാസ് വെരി ഇമ്പോർട്ടന്റ്. ഐ മീൻ വളരെ നല്ലൊരു കാര്യമായിരുന്നു. ദ മൊമെന്റ് ഹി ഗെറ്റ്സ് ദ ഷോട്ട്, ഹീസ് ലൈക്ക് ഓ മൈ ഗോഡ് പെർഫെക്റ്റ്. അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ടേ. അത് കേൾക്കുമ്പോൾ അത് ഭയങ്കര രസമുള്ള സംഭവം. കാരണം ബിക്കോസ് ഹീസ് വെരി ഓപ്പൺ, ഹീസ് വെരി ഫ്രാങ്ക് അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിലും ആൻഡ് നല്ലത് പറഞ്ഞാൽ അത് നല്ലതായിരിക്കും, അത്രയും കോൺഫിഡൻസ് നമുക്കും കിട്ടും. Definitely ആ ഒരു കോമ്പിനേഷൻ വളരെ കറക്റ്റ് ആയിരുന്നു. ലൈക്ക് അനീഷ് വാസ് കൈൻഡ് ഓഫ് എ വെരി സോഫ്റ്റ് പേഴ്സൺ. ലൈക്ക് I think he as a person will find it very difficult to inform you as okay ഒന്നുകൂടി പോവാന്ന് പറയാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. And yeah, സീരിയസ്ലി നമുക്ക് പൂവ് തൽക്കാലം അവിടെ നിർത്തിയിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് മൂവി എന്നുള്ള നിലയ്ക്ക് ലേറ്റസ്റ്റ് അല്ല, കുറച്ച് തുണ്ട് how was that film as in working with young people and വർക്കിംഗ് വിത്ത് യങ് പീപ്പിൾ? അതിന് അഗൈൻ ഇറ്റ്സ് ടെക്നോളജി, അവരുടെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ആ ഔട്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. സ്പോട്ട് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് അപ്പൊ തന്നെ വാവ്, ദിസ് സീൻ ഇസ് ഗോയിങ് ടു ബി അടിപൊളി. ഓൺ ദ സ്പോട്ട് നമുക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഹി വാസ് ഡയറക്ടിങ്, എസ്പെഷ്യലി ഈ കോപ്പി അടിക്കുന്ന സീൻസും ഒക്കെ എടുത്തിരിക്കുന്ന രീതി, ഓ മൈ ഗോഡ്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ത്രില്ല. ഓൾ യങ്സ്റ്റേഴ്സ് ആൻഡ് ഓൾ എന്താ പറയാ, ഫുൾ ഓഫ് എനർജി കൈൻഡ് ഓഫ് ഒരു സെറ്റ് ആയിരുന്നു അത്. എസ്പെഷ്യലി എന്റെ ഷോട്ട് എന്ന് പറയുമ്പോൾ ക്ലാസ് റൂം ആണ്, ചുറ്റും ഫുള്ള് യങ്സ്റ്റേഴ്സ് അഗൈൻ. സോ എവ്രി വൺ ഭയങ്കര ജോവിയൽ ആയിട്ടുള്ള സെറ്റ് ആയിരുന്നു അത്. മേക്കിംഗ് കണ്ടുകൊണ്ടിരിക്കുക, ഈവൻ ദോ വി ആർ പാർട്ട് ഓഫ് ഇറ്റ്, ആ മേക്കിംഗ് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. ഐ തിങ്ക് ആ മൂവിയിൽ ഏറ്റവും ബെസ്റ്റ് ഷോട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ ദിസ് പെർട്ടിക്കുലർ ഷോട്ട്, ദീസ് ഇൻട്രൊഡക്ഷൻ ഷോട്ട്. അതായിരുന്നു അടിപൊളി. ആൻഡ് ഐ ആം വെരി പ്രൗഡ്. ഐ മീൻ ആ ഒരു ഷോട്ടിൽ തന്നെ ഞാൻ വന്നു എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ആൻഡ് ആ പർട്ടിക്കുലർ ഷോട്ട് ഈവൻ നൗ ഇപ്പൊ എനിക്ക് പല പല സ്റ്റേറ്റ്സിൽ നിന്നുമാണ് എനിക്ക് ആ ഒരു വീഡിയോ എനിക്ക് അയച്ചു തരുന്നത്. തെലുങ്ക്, ഐ വർക്ക് ഫോർ എ കമ്പനി. ഇപ്പൊ എന്റെ ഓഫീസ് വരുന്നത് മുംബൈയിലാണ്. സോ മുംബൈ ഓഫീസിന് ഐ മീൻ പീപ്പിൾ ഡോണ്ട് നോ ദാറ്റ് ഐ മീൻ ടു മൂവീസ് ആൻഡ് ഓൾ. ഐ മീൻ അത്രയ്ക്ക് അറിയില്ല. എന്റെ ഓഫീസിൽ എല്ലാവർക്കും അറിയാം. ബട്ട് ദെൻ മൈ ക്ലയന്റ്സ് ആർ ദേർ ഇൻ മുംബൈ. So they don't know that I'm into movies and all this stuff. So അവിടെ നിന്നൊക്കെ മാം ഇത് നിങ്ങൾ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നടക്കം എനിക്ക് ആ ഒരു ഷോട്ട് കിട്ടുന്നുണ്ട്. അത്രയും ഗംഭീരായിരുന്നു ആ ഡിറക്ഷൻ. അതുകൊണ്ടാണ് അവിടെ വരെ റീച്ച് എത്തിയത്. അത്തരമൊരു ടൈറ്റിൽ വരുന്ന സമയത്ത് there will be like ഒരു ambiguity ഉണ്ടാവും. Like what is the content, like even the script ഒക്കെ തരുന്നുണ്ടെങ്കിലും like finally how people will take it. Like did you have any such apprehensions when taking up such project? I was happy, in fact. I mean, see, I don't take things so seriously, to be very frank. ഞാൻ ആക്ച്വലി ഈ ഒരു പേര് I was very excited because ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ just like any other person, ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ റിയലി. സോ അതിന്റെ മീനിങ് അതർവൈസ് ആണെങ്കിൽ കൂടി ഐ മീൻ ഇനീഷ്യൽ ഒരു ഹൈപ്പ് കിട്ടും എന്നുള്ളൊരു പോസിറ്റീവ് തിങ്കിങ്ങിലായിരുന്നു എല്ലാവരും, ഞാനും അടക്കം. ആൻഡ് ഈവൻ ഞാൻ ലൈക്ക് എന്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ തൊണ്ട് കണ്ടല്ലോ ലൈക്ക് എന്താ ലൈക്ക് ഐ എം വെരി ഓപ്പൺ അബൌട്ട് ഇറ്റ്. സോ ആ ഒരു എന്താ പറയുക ഫൺ ആസ്പെക്ട് വോട്ട് എവർ യു കോൾ ഇറ്റ്, ഐ ടേക്ക് ഇറ്റ് ആസ് ഇറ്റ്. സോ ആ ഒരു കാര്യം മാർക്കറ്റിംഗിന് നല്ല രീതിയിൽ ഹെൽപ്പും ചെയ്തു. വാട്ട് ഇസ് ദ മൂവി അബൌട്ട് എന്ന് എല്ലാവരും ഇങ്ങനെ നമ്മൾ ഒന്നും തുറന്നു പറയില്ല, ഒന്നും വിട്ടു പറയില്ല.
സോ എവ്രി വൺ വാസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അതാണ് നമുക്ക് വേണ്ടത്. സി നമ്മുടെ മൂവിക്ക് എവ്രിതിങ് അബൌട്ട് ദ മൂവി ഷുഡ് ബി ഡിഫറെന്റ്. അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. സോ പേര് ഇറ്റ് സെൽഫ് ഇസ് അത് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഐ വാസ് വെരി ഹാപ്പി. ഞാൻ എല്ലാവരും എന്റെ തൊണ്ടിലെ പെർഫോമൻസ് കണ്ട് അഭിപ്രായം പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മാർക്കറ്റ് ചെയ്യണം. ഐ വാസ് ഓൾസോ യൂസിങ് ദ വേർഡ് ഇൻ ദാറ്റ് സെൻസ്. ഐ മീൻ കാണുന്നവർക്കും കേൾക്കുന്നവർക്ക് ഇങ്ങനെ എടുക്കട്ടെ, ബട്ട് ഇറ്റ്സ് ഫൺ, റൈറ്റ്? സോ ഐ എം എ പേഴ്സൺ ഹു ടേക്സ് എവറിഥിങ് ആ ഒരു രീതിയിൽ. ഐ ഡോണ്ട് ടേക്ക് anything that seriously. We'll switch to a little fast, like, Oyere, Kane Kane, and Oyere you have worked with. Everyone will be wanting to work with, Parvati, okay? And you had a face-to-face interaction in such scenes. How was it working with Parvati? ഓ, അത് എനിക്ക് ശരിക്കും ബിക്കോസ് ഇനീഷ്യൽ ഡേയ്സ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു ലോട്ടറി ആയിരുന്നു. ടു ബി വെരി ഫ്രാങ്ക്, ഐ മീൻ ഐ വാസ് ജസ്റ്റ് ടു ദ ഇൻഡസ്ട്രി. ഐ വാസ് നോട്ട് വെരി ഷുവർ എനിക്ക് മൂവീസ് ചെയ്യാൻ താല്പര്യമുണ്ടോ, എനിക്ക് ചെയ്യാൻ പറ്റുമോ. ബിക്കോസ് those days I was preoccupied with many other things. I mean, മോളുടെ കാര്യം, I was away from my career. I was a store manager in Vodafone. So അതെല്ലാം ഞാൻ മാറ്റി വെച്ച് I was totally into her things, her therapy. I was totally into that. അപ്പൊ I was not sure ഇപ്പൊ മൂവിയൊക്കെ ചെയ്യണോ, കിട്ടുമോ, will I be able to put in effort. ആഡ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇറ്റ്സ് ജസ്റ്റ് 1 day affair or maximum 2 day affair. സോ ഞാൻ അത്രമാത്രം ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പയ്യെ ആണ് നമുക്ക് ഇങ്ങനെ ഓരോ ചാൻസും കാര്യങ്ങളും കിട്ടി തുടങ്ങിയതും. ആൻഡ് ഒയരെ വാസ് മൈ ലൈക് തേർഡ് മൂവി. അതിന്റെ അതുവരെയുള്ള 2 മൂവിയിലും അത്രയും പ്രോമിനന്റ് അല്ലെങ്കിൽ കൂടി ഒയരെ വന്നപ്പോ സി വാട്ട് എൽസ് ഡു വി നീഡ്? സ്ക്രീൻ സ്പേസ് വിത്ത് പാർവതി ആൻഡ് ടൊവിനോ. വാട്ട് എൽസ് ഡു വി നീഡ്? Obviously, സെക്കൻഡ് തോട്ടിന് ആവശ്യമില്ലല്ലോ. പിന്നെ ഐ എം ഓൾ ഇൻ. ഓ മൈ ഗോഡ്, വാട്ട് ആർ യു ഈവൻ ടോക്കിംഗ് അബൌട്ട്? ഒരു സോങ്ങിലെ പോർഷൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പോഷർ ആയിരുന്നു. ഇനീഷ്യൽ ഭയങ്കരമായിട്ട് നല്ലൊരു എക്സ്പോഷറാണ് ആ ഒരു പാട്ടിൽ നിന്ന്, ആ ഒരു സീനിൽ നിന്ന്. എനിക്ക് ഡയലോഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് യെസ്, ഷെയറിംഗ് ദ സ്ക്രീൻ സ്പേസ് വിത്ത് മീ, somebody who I admire. Oh my God, I love Parvati. ഏത് മൂവി വന്നാലും I wait for it. So what else do I need? ഒരു beginner എന്ന നിലയിൽ when such a thing came to me, I was very happy. Again, Tovino and Suraj were there, Kane Kane. So how was that experience? Again, same crew ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് ആ ഒരു കോൺടാക്ട് വഴിയാണ് ഇതിലേക്ക് വന്നത്. Suraj sir, again. See, കുറച്ച് പേര്, if you call few names, Fahad Fasil, Parvati, Suraj ഏട്ടൻ, oh my God, ഇവരുടെയൊക്കെ മൂവി സംതിങ്, നിമിഷ സജയൻ, ഇവരൊക്കെ മൂവി വന്നാൽ ലൈക്ക് I'll be the first one to watch. ഈവൻ ദോ ഡയറക്റ്റ് ആയിട്ടുള്ള ഞങ്ങൾക്ക് സീക്വൻസ് ഇല്ല, ഫോൺ കട്ട് ആയിരുന്നു, ബട്ട് അൾട്ടിമേറ്റ്ലി വന്ന് കാണിച്ചു വരുമ്പോഴത്തേക്കും ഇറ്റ്സ് ഓൾ ടുഗദർ പോലെയൊക്കെ തന്നെയാണല്ലോ. അതും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അഗൈൻ അതേ ടീമിന്റെ അല്ലെങ്കിൽ കൂടി അതിലെ ക്രൂ മെമ്പേഴ്സ് ഉള്ള അടുത്ത മൂവിയാണ് കൊള്ള. സോ അതിനകത്തും ഈ എല്ലാത്തിനകത്തും ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും പ്രോമിനന്റ് ക്യാരക്ടറാണ്. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ, എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ക്ലോസ് ടു മൈ ഹാർട്ടാണ്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഓരോ സെറ്റും ഓരോ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ്. യു നെയിം ഇറ്റ്, I like them all. ഈ ചെറിയ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഐ നോ ദാറ്റ് യു ആർ preoccupied with, of course, ad films നടക്കുന്നുണ്ട്, as you said, like, it's engagement for a couple of days. അതല്ലാതെ ഇപ്പൊ ഈ ചെറിയ ക്യാരക്ടേഴ്സ്, like, so otherwise what do you do? Now I'm since past 2.5 years I'm working in logistics. Work from home basis ലാണ് ചെയ്യുന്നത്. So it's a flexible kind of thing. I have time for her as well. ഇപ്പോ തെറാപ്പിയേക്കാൾ കൂടുതൽ കുറെ ക്ലാസ്സസ് ഉണ്ട്. ഇപ്പൊ ഈവനിങ് ആണെങ്കിൽ ജിംനാസ്റ്റിക് ക്ലാസ് ഉണ്ട്, സാറ്റർഡേ സൺഡേ ഡാൻസ് ക്ലാസ് ഉണ്ട്. സോ ഇപ്പോ പ്രയോറിറ്റീസ് ഹാവ് ചേഞ്ച്ഡ്. തെറാപ്പി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നെവർ എൻഡിങ് പ്രോസസ്. ഐ മീൻ ഇറ്റ് വിൽ ഗോ ഓൺ ആൻഡ് ഓൺ. അപ്പോ അതൊരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ശ്രീ ഓർഗുന്നവരെയും തെറാപ്പി തന്നെയാണ്. അത് ഞാൻ തന്നെ അധികം കൊടുക്കുന്നത്. ആൻഡ് വൺസ് ഇൻ എ വൈൽ ഐ ടേക്ക് എ സെഷൻ ടു കറക്റ്റ് മൈസെൽഫ്, ടു ക്ലിയർ മൈ ഡൗട്ട്സ് ആൻഡ് ഓൾ ദോസ് സ്റ്റഫ്. Otherwise, I am her full-time therapist. So, ഈ ഒരു ലോജിസ്റ്റിക്സിൽ എന്റെ ഫ്രണ്ടിന്റെ കമ്പനി ആയതുകൊണ്ട് തന്നെ ഐ എം ഗിവൻ ദാറ്റ് ലിബർട്ടി. അപ്പോ ബട്ട് യാ, പ്രൊവൈഡഡ് മൈ തിങ്സ് ഹാസ് ടു ബി ഡൺ വെറെവർ ഐ ഗോ, വാട്ടെവർ ഐ ഡു. ഒരു പെർഫെക്റ്റ് ബാലൻസ് ആയിട്ട് പോകുന്നുണ്ട്. ഇതൊന്നും ഈ പശ്ചാത്തലമൊന്നും എനിക്ക് അറിയാതിരുന്നിട്ടും പോസിറ്റീവ് സ്ക്രീൻ പ്രസൻസ്
ക്യാരക്ടറിന്റെ പ്രത്യേകത ആവാം, പക്ഷെ വെൻ യു ഡു ഇറ്റ് ഇറ്റ്സ് ഗിവിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് ഫീൽ ടു ദ ഓഡിയൻസ്. ദാറ്റ്സ് വാട്ട് ഐ വാസ്, ആ ഒരു ഓഡിയൻസ് പെർസ്പെക്റ്റീവിലാണ് ഡെഫിനറ്റ്ലി ഞാൻ അത് പറഞ്ഞത്. So glad to know that, അല്ലേ? That is what ultimately we need. Whatever we do, അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് അത് എങ്ങനെ കിട്ടുന്നു അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. ആൻഡ് ഐ വുഡ് സേ who has been a turning point. എന്റെ ഫ്രണ്ട്സ്, എന്നെ ക്ലോസ്ലി എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഉള്ള പോലെ പറയുന്ന ആൾക്കാരുമാണ്. എല്ലാവരും ഭയങ്കര എന്താ പറയാ, ഒരു ദയാദാക്ഷിണ്യം ഇല്ലാത്ത ആൾക്കാരാണ് എന്റെ ചുറ്റുമുള്ളത്. ഈ പൂവിന്റെ വർക്ക്ഷോപ്പിന്റെ ടൈമില് ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്തു ഞാൻ. അപ്പൊ അത് ഭയങ്കര എന്താ പറയാ, അത്രയും നാള് ഇതാണ് ആക്ടിങ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ അൺലേൺ ചെയ്ത് കുറെ കാര്യങ്ങൾ പഠിച്ചു. അതൊന്ന് കിട്ടിയ എക്സ്പോഷർ വേറെ തന്നെയാണ്. ആൻഡ് അഗൈൻ ആ ഒരു ലെസൺസ് ഐ വിൽ ബി യൂസിങ് ഇറ്റ് ത്രൂ ഔട്ട് മൈ ലൈഫ് ഇൻ ദിസ് ആക്ടിങ് കരിയർ. ഇത് പറയുമ്പോൾ എങ്ങനെയാ ആക്ടിങ്ങിലേക്ക് വരുന്നത്, എവിടെയാണ്, ഏത് സമയത്താണ്? എനിക്ക് ആക്ടിങ് എന്നുള്ള സാധനത്തിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നോട്ട് ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അതിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടും, ഞാൻ ഭയങ്കര ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്നതുകൊണ്ടും, നമ്മുടെ കുടുംബത്തിൽ നിന്നും ആരും ആക്ടിങ്ങിലേക്ക് ഒന്നും ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരെ എടുക്കുന്ന ഇൻഫർമേഷൻ ഒക്കെ ചോർത്തി ഇങ്ങനെ നുഴഞ്ഞ് കയറിയാണ്. ഇതിന്റെ ഇടയിൽ ഒരു ഗൃഹലക്ഷ്മി മിസ്സസ് കേരളയുടെ ഒരു ബ്യൂട്ടി പാജന്റ് വന്നു. സോ ഞാൻ I am a person who always like to try something out. ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഓൾസോ ഐ എം ലൈക്ക് ടോട്ടലി ജോബ്ലെസ് ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഒരു 1.5 വയസ്സ് വരെയൊക്കെ കംപ്ലീറ്റ്ലി അവളുടെ കാര്യങ്ങൾ മാത്രം എന്ന രീതിയിലായപ്പോഴത്തേക്ക് ഐ തോട്ട് ലൈക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം, എന്തെങ്കിലും ഒന്ന് ചെയ്താം എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ, ഞാൻ കണ്ണാടിയിൽ നിന്ന് നോക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ലൈക്ക് 2 years, ഓൾമോസ്റ്റ് ലൈക്ക് 2 years ഒക്കെ ആവാറായിരുന്നു. അതും ഞാൻ ശ്രീയനെ തെറാപ്പിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ റേഡിയോയിൽ കേട്ടപ്പോഴത്തേക്കും ഐ തോട്ട് ഓക്കെ, വൈ നോട്ട്, ലൈക്ക് ഒരു ചേഞ്ച് അല്ലേ, രസമല്ലേ, ലെറ്റ് മീ. ചുമ്മാ അപ്ലൈ ചെയ്തു, ഓഡിഷൻസ് വന്നു, ഓഡിഷൻസിൽ ട്രൈ ചെയ്തു, ഐ ഗോട്ട് ഇൻ. അങ്ങനെ ലൈക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയി. അതും കോൺഫിഡൻസ് ഒക്കെ വീണ്ടെടുക്കാൻ സെക്കൻഡ് റണ്ണർ അപ്പ് ക്രൗൺ കിട്ടി. അപ്പൊ അതോടുകൂടി എന്റെ കോൺഫിഡൻസ് അങ്ങ് ഡബിൾ ആയി. ഐ വുഡ് സേ, എന്താ പറയാ, ആ ക്രൗൺ തലയിൽ വെക്കുമ്പോൾ ചുമ്മാ ക്രൗൺ മാത്രമല്ല, ലൈക്ക് ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് എന്റെ അത്രയും ദിവസം നമ്മൾ തന്നെ ഇഗ്നോർ ചെയ്ത് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഹോൾ 2 years ഈ ബ്യൂട്ടി പാച്ചിന് പോകുന്നതിന് മുൻപേ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കണ്ണാടി നോക്കി, ഈശ്വരാ ഞാൻ എവിടെ നിന്ന് തുടങ്ങണം, ബിക്കോസ് കംപ്ലീറ്റ്ലി ഇഗ്നോർ ആക്കി വെച്ച ഒരു ടൈമാണുള്ളത്. ആൻഡ് പിന്നെ കുറച്ച് നമ്മളെയും ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങി. ലുക്സ് ആണെങ്കിലും കോൺഫിഡൻസ് ഹാസ് ടു കം ഔട്ട്. അതൊക്കെ ലൈക്ക് ഐ ലോസ്റ്റ് ഇറ്റ് സംവെയർ കൈൻഡ് ഓഫ് ഒരു സംഭവം ആയി പോയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സാധനം ഐ വുഡ് സേ ദിസ് വാസ് എ ടേണിംഗ് പോയിന്റ്. പ്രൊഫഷണൽ കോഴ്സസ് ചെയ്തു വെച്ചിട്ടുള്ള പാരന്റ്സ് ആയിരിക്കും. സോ ബൈ ചാൻസ് ഇറ്റ്സ് ലൈക്ക് ലൈഫ് ഹാസ് ഗിവൺ എ ഡിഫറെന്റ്. അപ്പോൾ നാച്ചുറലി അവരുടെ ഫുൾ എഫേർട്ട് എടുത്തിട്ട് അവർ എന്താണോ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അവിടേക്ക് എത്താനുള്ള പല പ്രതിബന്ധങ്ങളുണ്ടല്ലോ. സോ അതേ അപ്പൊ സമൂഹത്തിനെ കാണുന്ന ഒരു രീതി വേറെ, സമൂഹം തിരിച്ചു കാണുന്നത് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് കുഡ് ബി. എല്ലാം അങ്ങനെയാണെന്നല്ല, ചിലപ്പം വളരെ പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ കൂടുതലും അങ്ങനെയല്ല. ആൻഡ് പീപ്പിൾ ഡു നോട്ട് നോ ഹൗ ടു ബിഹേവ്. ഈവൻ വി ആർ ലേണിംഗ്, ഐ എം ലേണിംഗ്. I would like to add few things into that. I don't believe that society ഈ ഒരു പെർട്ടിക്കുലർ വേയിൽ ബിഹേവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ എപ്പോഴും പേരൻസ് അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഈവൻ ജോഷ് ടോക്സിലും ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, വാട്ട് ഐ ഫെൽറ്റ് ദാറ്റ് ഇസ് വാട്ട് ഐ എം ടെല്ലിങ്. സി, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ച് അറിയണം എന്നില്ല. സി, why do I know about Down syndrome? Because my kid is a Down syndrome. എന്റെ മോള് ഒരുപക്ഷെ ഡൗൺ സിൻഡ്രോം അല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഡൗൺ സിൻഡ്രോമിനെ കുറിച്ച് ഇത്രയും വിവരം ശേഖരിക്കേണ്ട കാര്യമില്ല. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടാവോ? ഐ ഡോണ്ട് തിങ്ക് സോ. ബട്ട് യാ, കണ്ടീഷൻസ് ഉണ്ട് എന്നൊക്കെ വേഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും എന്നല്ലാതെ ഇത്രയും ഡീപ്പായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടീനെ കാണുമ്പോഴത്തേക്കും എന്താണ് ഈ കുട്ടീനെ വിളിക്കേണ്ടത്. സി, വി നോ ദാറ്റ് വി ഷുഡ് കോൾ ദം ഡിഫറെന്റ്ലി ഏബിൾഡ് കിഡ്സ്. സി, നോർമൽ ആയിട്ടുള്ള ഒരു ലേമാനെ സംബന്ധിച്ച് മേലാത്ത കൊച്ച്, വയ്യാത്ത കൊച്ച്, ഇതൊക്കെയാണ് അവർക്ക് അറിയാവുന്ന ഭാഷ. സി, there is nothing wrong. നമ്മൾ അതിനെ കീറി മുറിച്ച് എന്റെ കൊച്ചിനെ മേലാത്ത കൊച്ചെന്ന് വിളിച്ചു, അയ്യോ, നമ്മളിത് വേദനിപ്പിക്കും. അല്ലെങ്കിൽ പലരും ബുദ്ധിയില്ലാത്ത കൊച്ച്. സി, ഇപ്പൊ വയസ്സായ ആൾക്കാരെ അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. സി, വൈ കാൻ't we think in that sense? ഞാൻ എവിടെ പോയാലും ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ ശ്രീയുടെ ഫീച്ചർ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നാവ്
കമ്പാരിറ്റീവ്ലി പ്രൊട്രൂഡഡ് ടങ് ആയിരിക്കും ഇവരുടെ ഫീച്ചർ വെച്ചിട്ട്. സോ പലരും എന്നോട് ഇപ്പൊ അവരിങ്ങനെ നോക്കും, ദേ സ്റ്റെയർ, ചോദിക്കാനുള്ള മടി ഉണ്ടാവും, പലരും അത് ചോദിക്കില്ല. ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചോദിക്കും, അയ്യോ കൊച്ചെന്താ നാവ് നീട്ടിയിരിക്കുന്നേ, അത് പറഞ്ഞു കൊടുക്കൂ, പറഞ്ഞത് ശരിയാക്കണം കേട്ടോ, അല്ലെങ്കിൽ തേനും വൈബ് കൊടുക്കണം കേട്ടോ. അവരുടെ രീതി അതാണ്, അവരങ്ങനെ പറയുന്നത്. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് ചെറിയ രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം. ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. whoever ask me about like ഇങ്ങനത്തെ, അയ്യോ അതെന്താ കറക്റ്റ് ആയിട്ട് സംസാരിക്കാത്തത്, അത് ഇങ്ങനെ ചെയ്യൂ, തേനും വയമ്പും കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ജീവിത സാഹചര്യം വെച്ചിട്ട് അവർക്ക് അറിയാവുന്ന കാര്യം നമുക്ക് പറഞ്ഞു തരികയാണ്. സോ അത് ഐ വുഡ് സേ, ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, നെഗറ്റീവ് ആയിട്ട് എടുക്കാതിരിക്കൂ. ചിലർ പറയാറുണ്ടോ, എന്റെ കുട്ടീനെ അവര് അന്ന് ബുദ്ധിയില്ലാത്ത കൊച്ചെന്ന് വിളിച്ചു, എന്നിട്ട് എനിക്കത് വാശി ആയതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കുട്ടി എഴുതുന്നൊക്കെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് വി ആർ ഫസ്റ്റ് പോസിറ്റീവ് അബൌട്ട് ഇറ്റ്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, നമ്മൾ ഈ ഒരു മേഖലയിൽ അല്ലായിരുന്നെങ്കിൽ, ഐ മീൻ നമ്മുടെ കുട്ടി സ്പെഷ്യൽ അല്ലായിരുന്നു എങ്കിൽ ഇതിനെക്കുറിച്ച് ഒരുപക്ഷെ ഞാനും ഇത്ര അറിവൊന്നും നേടില്ല. അവരായിട്ട് എങ്ങനെ പെരുമാറണം, അവരെ എന്ത് വിളിക്കണം എന്നുള്ളത് ഒന്നും നമുക്കും ഒരുപക്ഷെ അറിയില്ല. സോ ജസ്റ്റ് ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി. ആൻഡ് ആസ് ഫാർ ആസ് പോസിബിൾ പറയുന്ന ആളെ പറ്റാവുന്ന പോലെ എഡ്യൂക്കേറ്റ് ചെയ്യാം. എല്ലാവരും നടന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. ആസ് ഫാർ ആസ് പോസിബിൾ വൈ കാൻറ്റ് വി ഡു ദാറ്റ്? ബിക്കോസ് ഏതൊരു പോപ്പുലേഷനിൽ നോക്കുവാണെങ്കിൽ ഒരു ലൈക് 18%, 15% സ്പെഷ്യൽ അല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാകും. ആൻഡ് എവ്രി വൺ ഹാസ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഐ മീൻ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്താകാം, ഏതൊരു സോഷ്യൽ സെറ്റപ്പിലാണെങ്കിലും ഇങ്ങനത്തെ ഇൻഡിവിജ്വൽസ് ഉണ്ടാവുമ്പോഴത്തേക്കും അവരായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ളത് ആരും ഇപ്പൊ കോഴ്സ് ചെയ്യാനൊന്നും പോകില്ലല്ലോ ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ ആസ് ഫാർ ആസ് പോസിബിൾ നമ്മുടെ പോർഷൻ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട് നമ്മൾ ചെയ്യാം. നമ്മളോട് ഒരാൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അത് ഇങ്ങനെയാണ് പറയാട്ടോ പൊതുവെ, അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഇങ്ങനെയൊക്കെയാണ് പ്രത്യേകതകൾ. മന്ദബുദ്ധി എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഇവർക്ക് ബുദ്ധി മന്ദബുദ്ധി അങ്ങനെയല്ല. ഇവരുടെ കേസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഇവരുടെ മൈൽ സ്റ്റോൺ ഡിലേഡ് ആയിരിക്കും, ഐക്യു കുറവായിരിക്കും, എന്നാൽ കൂടി ഇങ്ങനെയല്ല എന്നുള്ള ആസ് ഫാർ ആസ് പോസിബിൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് ഐ ടേക്ക് an opportunity, ഐ ടേക്ക് എനി ഓപ്പർച്യൂണിറ്റി. ഞാൻ എന്റെ കൊച്ച് മോൾക്ക് എങ്ങനെയാ എന്താന്ന് ആൾക്കാർക്ക് ചോദിക്കാൻ ഹെസിറ്റേഷൻ ഉണ്ടാവും. പക്ഷെ ദ മൊമെന്റ് സംബഡി ഈസ് ക്യൂരിയസ് ടു നോ അബൌട്ട് ഇറ്റ്, ഇൻ ഷോർട്ട് ഞാൻ ഡൗൺ സിൻഡ്രോമിനെ കുറിച്ച് ഞാൻ ഒരു ചെറിയൊരു ക്ലാസ് തന്നെ അവിടെ എടുക്കും. ഐ എം വെരി ഹാപ്പി ടു ഡു ദാറ്റ് ബിക്കോസ് ദാറ്റ് മൈറ്റ് ഹെൽപ്പ്. അല്ലെ, ഞാനല്ലാതെ ആരാണ് ഈ ഡൗൺ സിൻഡ്രോമിനെ കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും ആപ്റ്റ്? ഐ എം ദി ബെസ്റ്റ് പേഴ്സൺ ടു എഡ്യൂക്കേറ്റ് അതേഴ്സ് അബൌട്ട് ദിസ്. അല്ലെ, അപ്പോ എവിടെ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിലും ഐ ടോക്ക് അബൌട്ട് ദിസ് കണ്ടീഷൻ. അവരിങ്ങനെയാണ്, സോ ഇവരായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ആൻഡ് കൊച്ചിയിലൊക്കെ എസ്പെഷ്യലി ഐ തിങ്ക് എവ്രി വൺ നോസ് ഹൗ ടു ബിഹേവ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എല്ലാവരും ശ്രീയയുടെ ഓരോ മൈൽ സ്റ്റോണും ഞാൻ പറയുമ്പോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാനിങ്ങനെ ചുമ്മാ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഷീ ഹാസ് ഹെർ ഓൺ പേജ് എന്നുള്ള, അപ്പൊ ഇടുമ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് അവരുടെ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്. സോ കൊച്ചിയിൽ കുറച്ചുകൂടി ബെറ്റർ ആണ് കാര്യങ്ങൾ. പീപ്പിൾ ആർ പ്രോഗ്രസീവ് ഇൻ നേച്ചർ, കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ആണ്, ദേ ആർ എഡ്യൂക്കേറ്റഡ്. അപ്പൊ കുറച്ചെങ്കിലും അവർക്ക് അറിയാം. I don't know how far it is possible practical, but this is the way I do. ഞാൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കാറ്. വേറെ ആരെങ്കിലും ശ്രീയെ സ്റ്റെയർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ശ്രീയോട് പറയൂ, ഒരു ഹായ് പറയൂ. അപ്പൊ അവരുടെ ആ സ്റ്റെയർ ഇങ്ങനെ, എന്താ കുട്ടി ഇങ്ങനെ എന്ന് നോക്കുന്നതിന് പകരം അവരയ്യോ എന്ത് സ്മാർട്ടാണ് കുട്ടി എന്ന് അവർക്ക് മനസ്സിലാക്കി. ഒറ്റ നോട്ടത്തില് ഡൗൺ സിൻഡ്രോം കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അയ്യോ പാവം എന്നേ അവർക്ക് തോന്നുള്ളൂ. പക്ഷേ അവരെന്തൊക്കെയാണ് വാട്ട് ദേ ആർ കേപ്പബിൾ ഓഫ് എന്നുള്ളത് അറിയണമെങ്കിൽ ശരിക്കും ഇവിടെ വന്ന് അവരെ കാര്യങ്ങളൊക്കെ അറിയണം. അത്രയും സമയം ആരും ചെലവഴിക്കില്ലെങ്കിലും ഇൻ ഷോർട്ട് കുറച്ചു നേരം അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആഹാ ഇതൊക്കെ അറിയോ, ഇതൊക്കെ ദേ കം ടു കൺക്ലൂഷൻ ദാറ്റ് പാവം അയ്യോ എന്നുള്ളൊരു. സോ ആസ് ഫാർ ആസ് പോസിബിൾ ലെറ്റ് us do our part. എന്റെ പാർട്ട് I take it as a responsibility to educate others as far as possible about this condition. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് ഞാൻ ഫോർ ദ ടൈം ബീങ് വിൽ ഇറ്റ്സ് ലൈക്ക് ഒരു അഡ്വർടൈസ്മെന്റ് ലാംഗ്വേജ് ഒരു ലിറ്റിൽ എലിവേറ്റഡ് ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ നോർമൽ
ബിഹേവിങ് രീതിയിലല്ല, അല്ലെങ്കിൽ ദ പ്രസന്റേഷൻ ഇസ് നോട്ട് ദാറ്റ് വേ. അറ്റ് ദ സെയിം ടൈം മൂവി, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അല്ലാത്ത മൂവീസ് ഉണ്ട്, ഇപ്പോഴാണ് നമുക്ക് കുറച്ച് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് ഓക്കെ ഇത് ഈ അപ്രോച്ചിലാണ് ഈ മൂവി എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ കാഴ്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന ആൾക്ക് എപ്പോഴും ആ ഒരു അപ്രോച്ച് ഉണ്ടാവും. അഡ്വർടൈസ്മെന്റ് ഒരു ലാംഗ്വേജിൽ ആക്ട് ചെയ്യുമ്പോഴും ലൈക്ക് മൂവി, ഓഫ് കോഴ്സ് ദർ ഇസ് എ ഗൈഡൻസ് ഫ്രം ദ ഡയറക്ടർ ഓർ ദർ ആർ സം ഇൻസ്ട്രക്ഷൻസ്, ബട്ട് വാട്ട് ഈസ് യുവർ പെർസ്പെക്റ്റീവ്? അതിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അതിൽ ബിഹേവിയറിന്റെ രീതി അങ്ങനെ അങ്ങനെ. സോ വാട്ട് ഈസ് യുവർ ഡിഫറൻസിയേഷൻ ഓർ ഹൗ ഡു യു ലുക്ക് അറ്റ് ഇറ്റ്? ഓബ്വിയസ്, രണ്ടും രണ്ട് കാര്യമാണ്. വെൻ ഇറ്റ് കംസ് ടു ഫോട്ടോഷൂട്ട്, ഐ മീൻ ഒരു മോഡലിംഗ് ഫോട്ടോഷൂട്ട് ആണെങ്കിൽ അത് വേറൊരു ടോട്ടലി കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ്. അഡ്വർടൈസ്മെന്റ് മോഡലിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഫിലിം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ആൻഡ് ഈവൻ ഞാൻ ഇപ്പൊ നമ്മുടെ പ്രൊഫൈൽ അയക്കുമ്പോഴത്തേക്കും തന്നെ മൂന്നിനും ഐ ഹാവ് എ ഡിഫറെന്റ് പ്രൊഫൈൽ സെറ്റ്. ഐ മീൻ ഫിലിംസിന് kind of pictures I send for films might not be the same as for the modeling. Modeling കുറച്ചും കൂടി എക്സ്പ്രഷൻസ് ആണെങ്കിലും എന്താ പറയാ, നമ്മൾ ആക്ട് ചെയ്യേണ്ടതൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി ലൗഡ് ആയിരിക്കും. ഫിലിംസിൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്റെ ജീവിതത്തിൽ ഞാൻ സംസാരിക്കുന്നത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ലൗഡായിട്ട്, ഞാൻ ഭയങ്കര എക്സ്പ്രസീവ് ആണ്. ഞാൻ ഇങ്ങനെ ഫുൾ കഥകളി കളിക്കുന്ന പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാവരും പറയും അയ്യോ ഇത്രയൊന്നും വേണ്ട, ഇത്രയും എക്സ്പ്രഷൻ ഇടണ്ടെന്ന് പറയും. പക്ഷെ ദിസ് ഇസ് ദ വേ ഐ ആം. അപ്പോ എന്നെ സംബന്ധിച്ച് സിനിമയില് ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ അതിലേക്ക് എത്തുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫസ്റ്റ് ഷോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ഫോർ എ മൂവി, ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറിയുടെ ഫസ്റ്റ് ഷോട്ടാണ്. ഹരിശ്രീ അശോകൻ സാറുടെ മൂവിയാണ്. ഹരിശ്രീ അശോകൻ സാറുടെ ലൈക്ക് അവരുടെ ക്യാമറയാണ് ഞാൻ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നത്. സോ ചെറിയൊരു ഷോട്ടാണ്, ഇങ്ങനെ നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഷോട്ട്. ഈ നോക്കുന്നത് തന്നെ ഞാൻ ഭയങ്കര ഓവറായിട്ട് ആണ് നോക്കുന്നത്. സോ പുള്ളി പറഞ്ഞു അത്രയ്ക്ക് വേണ്ട എന്നും പറഞ്ഞ ഒരു 3 തവണ ആയിട്ടാണ് അത്രയ്ക്കും വേണ്ട എന്ന് പറഞ്ഞ എന്നെ താഴ്ത്തി, മീൻസ് അത്രയും ഭയങ്കര എന്താ പറയാ സട്ടൽ ആയിരിക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. പ്രത്യേകിച്ച് ദാറ്റ് വാസ് എ ക്ലോസ് ഷോട്ട്. ക്ലോസ് ഷോട്ടിലൊക്കെ എത്ര സട്ടൽ ആയിരിക്കണം. അപ്പൊ അത് ആ ഒരു ആദ്യ പാഠങ്ങളിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. മൂവീസ് ലൈക്ക് ഞാൻ എങ്ങനെയാണോ ജീവിതത്തിൽ അതിന്റെ പകുതി മതി, അവിടെ അത്രയും സട്ടൽ ആയിരിക്കണം. ആൻഡ് പലപ്പോഴും നമ്മൾ ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരുന്ന് കണ്ണിൽ നിന്നാണ്, എസ്പെഷ്യലി നമ്മുടെ പൂവിലൊക്കെ നമ്മൾ ഒന്നും ചെയ്യാതെ കണ്ണ് കൊണ്ട് അഭിനയിക്കുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ എത്ര ലൗഡാണോ, അപ്പൊ നമ്മൾ ആക്ച്വൽ എന്താ പറയാ ലൈഫിൽ ബിഹേവിങ് എന്ന് പറയുന്നത് ഡസൻ അപ്ലൈ ഫോർ മീ, ബിക്കോസ് ഞാൻ ആക്ച്വൽ ലൈഫിൽ തന്നെ ഭയങ്കര ഓവറാണ്. സോ അതിന്റെയൊക്കെ വളരെ ഒരു സട്ടിൽ ആയിട്ടുള്ള രീതിയിൽ ആണ്. അപ്പൊ വെൻ ഐ എം ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്ക്രീൻ ഐ എം ടോട്ടലി ഡിഫറെന്റ് പേഴ്സൺ. വെൻ ഐ എം ഇൻ ടു മൂവീസ് I'm totally different when I act for a advertisement. Advertisement kind of my ഞാൻ എങ്ങനെയാണോ കൈൻഡ് ഓഫ് ആ ഒരു മീറ്റർ പിടിക്കുന്ന ആളെ ഞാൻ അഡ്വർടൈസ്മെന്റിൽ ചെയ്യാറ്. അഡ്വർടൈസ്മെന്റ് എന്റെ ഒരു ലെവൽ, അത് ആ ഒരു മീറ്റർ കറക്റ്റ് ആണ്, ഏകദേശം ആ ഒരു ലെവലാണ്. So ഇത് മൂന്നാണ്. Quite insightful. Overall, the talk with you, while listening, it's quite enlightening as well. It's wonderful listening to you. Thank you so much, Shruti. Thank you so Thanks much. a lot for inviting me. It was really great talking to you, and thanks a lot for the questions put forward. ഇനി നെക്സ്റ്റ് ടോക്ക് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് a lot.